ഇന്ത്യൻ തിരിച്ചടിയിൽ പാക് വ്യോമത്താവളങ്ങൾ തകർന്നതായി പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. റഹീം യാർ ഖാൻ വ്യോമത്താവളം തകർന്നു. അതോടൊപ്പം തന്നെ ചിത്രങ്ങളും ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിച്ചുവെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് വലിയ തിരിച്ചടി കിട്ടിയെന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നു. പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടി തന്നെ ആകണം ഇന്നലെ ഒരു പക്ഷേ ഈ കരാറിലേക്ക്, വെടിനിർത്തൽ കരാറിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേരുന്നതിലേക്ക് ഇടയാക്കിയതും. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഏകദേശം 5 or 6 വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണം ഇന്ത്യ നടത്തി എന്നുള്ള തരത്തിലുള്ള പല വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാന്റെ ഡോൺ അടക്കമുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ വിശദീകരിക്കുന്നത് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ റഹീം യാർ ഖാൻ വ്യോമത്താവളത്തിന് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നും ആണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി റഷീദ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണവും അതോടൊപ്പം ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പാകിസ്ഥാന്റെ സുപ്രധാനമായിട്ടുള്ള 4 എയർ ബേസുകൾ ഇന്ത്യക്ക് തകർക്കാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നൂർഖാൻ. അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റഹിയാർ ഖാൻ എയർബേസ് എന്ന് പറയുന്നത് സുപ്രധാനമായും ഈ മേഖലയിൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെ വലിയ ഒരു കേന്ദ്രം തന്നെയാണ്. ഭീകരവാദ പ്രവർത്തനത്തിന്റെ സംഘങ്ങളൊക്കെ തന്നെയും എത്തിച്ചേരുന്നതും അതോടൊപ്പം സൈനിക വിഭാഗങ്ങളുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു യോഗങ്ങളൊക്കെ തന്നെയും പരമപ്രധാനമായിട്ടുള്ള യോഗങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ഇത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. അതിൽ കനത്ത പ്രഹരം തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റിട്ടുള്ളത് എന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം, അതായത് എയർ സ്പേസുകളിൽ ഇന്ത്യക്ക് പാകിസ്ഥാന് തിരിച്ചടി ഉണ്ടാകുന്നു. അതോടൊപ്പം വ്യോമപാത നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വ്യോമ റഡാറുകൾ നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ നടക്കുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാന് വലിയ പ്രഹരമാണ് അല്ലെങ്കിൽ മർമ്മത്തിൽ അടി കൊള്ളുന്ന ഒരു സമീപനം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രകോപനം കൊള്ളുന്ന പാകിസ്ഥാൻ സൈന്യം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകരവാദികൾ തന്നെ ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കണം ഓപ്പറേഷൻ സിന്ധൂർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇന്ത്യൻ സേന വ്യക്തമാക്കുന്നത്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നു. അത് ഓരോ തവണയും ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമ്പോൾ വലിയ പ്രഹരമേൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. അതോടൊപ്പം നേരത്തെ ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാന്റെ പല വ്യോമത്താവളങ്ങൾക്ക് നേരെയും ഇന്ത്യ ആക്രമണം നടത്തി. ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചു എന്നുള്ളതാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.